റിപ്പോർട്ടറിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നത് തുടരുകയാണ്. പക്ഷെ സംസ്ഥാനത്തെ പോലീസ് ഒരു വാർത്തയും പിൻവലിക്കാൻ മെറ്റയോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു ആഭ്യന്തരമന്ത്രി. പോലീസ് ഒരു പരാതിയും നൽകിയിട്ടില്ല. മെറ്റ എന്തുകൊണ്ട് മാറ്റിയെന്ന് അവരോട് ചോദിക്കണമെന്നും രമേശ് ചെന്നിത്തല. സത്യത്തിൽ കേരള ഗവൺമെന്റോ പോലീസോ മെറ്റയുടെ ഒരു സന്ദേശവും മാറ്റാൻ മെറ്റയോട് ആവശ്യപ്പെട്ടിട്ടില്ല. മാറ്റിയത് അവർ തന്നെയാണ്. അവരെന്താ മാറ്റിയതെന്ന് അവരാണ് വിശദീകരിക്കുന്നത്. നമ്മൾ ഔദ്യോഗികമായിട്ടോ അനൌദ്യോഗികമായിട്ടോ മെറ്റയോട് ഒരു മെസ്സേജും അല്ലെങ്കിൽ ഏതെങ്കിലും കാർഡുകൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ഞങ്ങൾ ചോദിച്ചിട്ടാണ്. ഇപ്പോൾ ചോദിക്കേണ്ട കാര്യം എന്താണ്, ഈ ഓരോ വാർത്തകൾ ഇങ്ങനെ മെറ്റ എഴുതുമ്പോഴേക്കും നമുക്ക് അതിനെ സമയം ഉണ്ടാവുള്ളൂ. ഞങ്ങൾ ചോദിച്ചിട്ടില്ല, ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ പറഞ്ഞൊഴിയാൻ സംസ്ഥാന സർക്കാരിന് കഴിയുമോ എന്ന ചോദ്യം ബാക്കിയാകുന്നുണ്ട്. റോഷിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. റോഷിപാൽ, സർക്കാർ സംവിധാനങ്ങളോ പോലീസ് സംവിധാനമോ മെറ്റയോടായി ഈ കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. ഇനി അവരാണ് നീക്കം ചെയ്തത്. അവർ നീക്കം ചെയ്തതെങ്കിൽ അതെന്താണ് എന്നത് വ്യക്തമാക്കേണ്ടത് അവരാണ് എന്നതാണ് ആഭ്യന്തരമന്ത്രി പറയുന്നത്. അവരെന്തുകൊണ്ട് നീക്കം ചെയ്തു എന്ന കാര്യം അവർ വ്യക്തമാക്കി കഴിഞ്ഞുവല്ലോ റോഷിപാൽ. മാധു, ഒരു തരത്തിലും സംശയത്തിന് ഇട നൽകാതെയാണ് മെറ്റ റിപ്പോർട്ടിന് ഔദ്യോഗികമായി വിശദീകരണം നൽകിയത്. അതിൽ പറയുന്നുണ്ട് ആരാണ് നിർദ്ദേശം നൽകിയത് എന്നല്ല, എന്തുകൊണ്ടാണ് അത് ഡിലീറ്റ് ചെയ്തതെന്ന്. അത് കൃത്യമായി ഈ വാർത്താ കാർഡുകൾ അത് ഏതാണ്ട് 15ഓളം വരും റിപ്പോർട്ടർ ടിവിയുടേത് മാത്രം. മറ്റു ചില മാധ്യമങ്ങളുടേതും വാർത്തകൾ സമാനമായി നീക്കം ചെയ്തിട്ടുണ്ട്. എല്ലാം മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടത്, മുഖ്യമന്ത്രിക്കെതിരെയുള്ള വാർത്തകളായിരുന്നു എന്നതാണ് ഏറ്റവും കൗതുകരമായ കാര്യം. ഇതൊക്കെ നീക്കം ചെയ്തത് നിയമപരമായ പ്രശ്നമാണ്, നിയമപരമായ ചില നിർദ്ദേശങ്ങൾ കാരണമാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് ആരാണ് നിർദ്ദേശിച്ചത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസ് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയുമ്പോൾ അങ്ങനെ ആവശ്യപ്പെട്ടത് മറ്റാരാണ് എന്നതാണ് ചോദ്യം. അത് ആര് ആവശ്യപ്പെട്ടു, ആര് അങ്ങനെ ഇമെയിൽ സന്ദേശം നൽകി എന്നതിൽ വ്യക്തത വരുത്തേണ്ടത് മെറ്റയാണെങ്കിലും ഈ കാര്യത്തിൽ ഇപ്പോഴും സംശയമുന്നേയുള്ള മുഖ്യമന്ത്രിയുടെ വിശദീകരണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഏതാണ്ട് അരമണിക്കൂറിനകം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. മന്ത്രിസഭാ യോഗത്തിന് ശേഷം ആ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഈ കാര്യത്തിലുള്ള വിശദീകരണം പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ വാർത്താ കാർഡുകൾ നീക്കം ചെയ്ത സംഭവത്തിൽ വേണമെങ്കിൽ താൻ കത്തെഴുതാം, തനിക്കെതിരെയുള്ള വാർത്തകൾ നീക്കം ചെയ്യേണ്ടതില്ല എന്ന്. പക്ഷേ 7 ദിവസം പിന്നിടുമ്പോഴും അങ്ങനെ ഒരു കത്ത് മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ മെറ്റയ്ക്ക് നൽകിയതായി അറിവില്ല. എന്തുകൊണ്ട് മുഖ്യമന്ത്രി കത്തെഴുതുന്നില്ല എന്ന ഒരു പൊതുചോദ്യമുണ്ട്. അതിന്റെ ഉത്തരവും മുഖ്യമന്ത്രി തന്നെ നൽകണം. കാരണം മുഖ്യമന്ത്രി അത് പറഞ്ഞതിന് ശേഷവും നിരവധി വാർത്തകൾ മെറ്റ നീക്കം ചെയ്തിരുന്നു. ഏതായാലും ഇതിന് കൃത്യമായ ഒരു ഉത്തരം പറയേണ്ട ഒരു ചുമതല സർക്കാരിനുണ്ട്. കാരണം സർക്കാരുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാത്രമാണ് നീക്കം ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് സർക്കാർ സംശയമുനയിലാണ്, മുഖ്യമന്ത്രിയും സംശയമുനയിലാണ്. അതുകൊണ്ട് അതിൽ കൃത്യത വരുത്തേണ്ടത് സർക്കാരാണ്. അതുകൊണ്ട് അന്വേഷണത്തിന് സർക്കാർ തീരുമാനമെടുക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.